കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയം ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയം. കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വന്നപ്പോൾ സന്നിഗ്ധമായ സാഹചര്യങ്ങളിലേക്ക്, പ്രതിസന്ധിയിലേക്ക്, ആത്മവിശ്വാസക്കുറവിലേക്ക് നമുക്കിനി എന്തെങ്കിലും അധികാരത്തിൽ വരാൻ കഴിയുമോ എന്ന് ആകുലപ്പെട്ടിരുന്ന UDF എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങി പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട UDFനെ രണ്ട് കൈകളിലും ഏറ്റുവാങ്ങി ഈ 5 കൊല്ലക്കാലം മുന്നോട്ട് പോയപ്പോൾ പ്രിയമുള്ളവരെ പറയാൻ ആഗ്രഹിക്കുന്നു, 2021 ശേഷം കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാനുള്ള അവസരം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടില്ല എന്നത് കുറഞ്ഞൊന്നുമല്ല ഈ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകിയത്. കേരളത്തെ 10 വർഷം കൊണ്ട് ഒരു ഇരുണ്ട ഭരണത്തിലേക്ക് തള്ളിവിട്ട ഈ പിണറായി സർക്കാരിന് കേരളത്തെ മോചിപ്പിക്കാൻ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം പൊതുജനങ്ങൾക്ക് നൽകിയത് ഈ 5 വർഷക്കാലത്തെ ശ്രീ സതീശന്റെ നേതൃത്വത്തിലുള്ള പോരാട്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വെറുതെ പറയുന്നില്ല. ഓരോ തെരഞ്ഞെടുപ്പിന് മുൻപിലും റിസൾട്ട് വരുന്നതിന് മുമ്പ് എന്താവും റിസൾട്ട് എന്ന് കൃത്യമായി പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ VD സതീശനെങ്കിൽ ഇന്ന് അദ്ദേഹം പറയുന്നു 100-ൽ കുറയാത്ത സീറ്റ് എന്ന് പറഞ്ഞാൽ ആ അങ്കലാപ്പിലാണ് ഇടതുപക്ഷം. ശ്രീ VD സതീശൻ നിയമസഭയിൽ ഒരു പ്രസംഗം നടത്തിയാൽ ആ പ്രസംഗത്തെ പ്രതിരോധിക്കാൻ മന്ത്രിമാർ കൂട്ടത്തോടെ വരുന്നു. ശ്രീ VD സതീശൻ ഒരു ജാഥ നടത്തിയാൽ 3 ജാഥകൾ കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം വരുന്നു. പക്ഷെ ഇതൊന്നെല്ലാം ഒന്നും ഏശാതെ പോയി എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ശ്രീ VD സതീശന്റെ മുന്നിൽ ഇടതുപക്ഷം ഇപ്പോൾ തന്നെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ ചേലക്കരയിൽ 39,000-ൽ നിന്ന് ഭൂരിപക്ഷം 12,000-ആയി കുറഞ്ഞു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 സീറ്റുകൾ നേടി. അപ്പോൾ പറഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്, നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാം എന്ന് വെല്ലുവിളിച്ച ഇടതുപക്ഷത്തിന്റെ മുന്നിൽ UDFന് ചരിത്ര വിജയമാണ് സമ്മാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ 5 സ്ട്രീമുകളിലും, ഗ്രാമപഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ 5 സ്ട്രീമുകളിലും ആധികാരികമായ വിജയമാണ് നേടിയത്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന നേതാവ് ശ്രീ VD സതീശൻ. സൈബർ ഗുണ്ടകളെ ഇറക്കിവിട്ട്, മന്ത്രിമാരെ കൂട്ടത്തോടെ ഇറക്കിവിട്ട് അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്തുമ്പോൾ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ ശ്രീ VD സതീശന്റെ ചുറ്റും നിന്ന്, കോട്ട പോലെ നിന്ന് അദ്ദേഹത്തെ കാത്തു സംരക്ഷിക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ മണ്ണിലേക്ക് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ നെയ്ത്ത് തൊഴിലാളികളും ഈ നാട്ടിൽ കൂലിപ്പണിക്കാരും കൃഷിക്കാരും അടങ്ങുന്ന നാനാ തൊഴിൽ വിഭാഗങ്ങൾ ജീവിക്കുന്ന, അധിവസിക്കുന്ന ഈ കോവളത്തിന്റെ മണ്ണിലേക്ക് എത്തിയ പ്രതിപക്ഷ നേതാവിനെ ഹൃദയപൂർവ്വം ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടി വിജയിപ്പിച്ച ഐക്യജനാധിപത്യങ്ങളുടെ നേതാക്കന്മാർ, DCC ഭാരവാഹികൾ, KPCC നേതാക്കന്മാർ, മണ്ഡലം പ്രസിഡന്റുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ഓരോ പഞ്ചായത്തിലെയും ചുമതല വഹിക്കുന്ന UDFന്റെ ചെയർമാൻമാർ, കൺവീനർമാർ, ഇവിടെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ ജനപ്രതിനിധികളും, യൂത്ത് കോൺഗ്രസ്, KSU തുടങ്ങിയ എല്ലാ വർഗ ബഹുജന സംഘടനകളിലെയും പെട്ട മുഴുവൻ പ്രവർത്തകരോടും ഹൃദയത്തിൽ ചേർത്ത് വെച്ച നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ സമ്മേളനത്തിൽ നമ്മൾ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നത്